പാറശാല വെള്ളറട സംസ്ഥാന പാതയിലെ പുലിയൂർ ശാലയിൽ സ്ഥിതി ചെയ്യുന്ന തമിഴ്നാടിന്റെ ഭാഗമായ HP-യുടെ പമ്പിൽ നിന്നും റോഡിന് എതിർവശത്തെ കേരളത്തിലെ കിണറുകളിലേക്ക് പെട്രോൾ ഒഴുകിയെത്തുന്നതായാണ് പരാതി. കഴിഞ്ഞ ഏറെ നാളുകളായി പെട്രോൾ പമ്പിന് എതിർവശത്തുള്ള മിക്ക വീടുകളിലെ കിണറുകളിലും പെട്രോൾ സാന്നിധ്യമുണ്ട്. വെള്ളത്തിൽ പെട്രോളിന്റെ രൂക്ഷമായ ഗന്ധവുമുണ്ട്. പെട്രോളിന്റെ സാന്നിധ്യം ഉറപ്പുവരുത്താൻ കുടിവെള്ളത്തിൽ തീപ്പെട്ടിത്തിരി കത്തിച്ചിട്ടപ്പോൾ തീ ആളിപ്പടർന്നു. പുലിയൂർ ശാലയിലെ സുകുമാരൻ, അബ്ദുൾ റഹ്മാൻ, ഗോപി, ബിനു തുടങ്ങിയവരുടെ വീടുകളിലെ കിണറുകളിലാണ് പെട്രോൾ കലർന്നത്. നാട്ടുകാർ വെള്ളറട പോലീസിനെയും പാറശാല ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരെയും വെള്ളറട ഹെൽത്ത് അധികൃതരെയും വിവരമറിയിച്ചു. ഉദ്യോഗസ്ഥ സംഘം സന്ദർശിച്ചു മടങ്ങിയതല്ലാതെ കാര്യമായ നടപടി കൈക്കൊണ്ടിട്ടില്ല. അതേസമയം നാട്ടുകാരുടെ പ്രതിഷേധം കണക്കിലെടുത്ത് പമ്പുടമ ചോർച്ച കണ്ടുപിടിക്കുന്നതിനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. എന്റെ വീട്ടിൽ നിന്ന് എടുത്ത വെള്ളമാണ്, കിണറ്റിൽ നിന്ന് കോരിയ വെള്ളമാണ്. ഇതിപ്പോൾ പെട്രോളാണോ കുടിവെള്ളമാണോ എന്ന് അറിയാൻ വയ്യാത്തൊരവസ്ഥയിലാണ് നമ്മൾ നിൽക്കുന്നത്. ആകെ ദുരിതത്തിലാണ്. നമുക്കിപ്പോൾ കുടിവെള്ളം തീരെ ഇല്ലാത്തൊരവസ്ഥയിലാണ്. നമുക്ക് ഇത് വെള്ളം അണച്ച് ഈ തീ കിടത്താൻ പോലും പറ്റാത്ത അവസ്ഥയിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. മാത്രമല്ല 3 വയസ്സായ എൻ്റെ മോക്ക് ഇപ്പോൾ ഈ വെള്ളത്തിൽ കുളിച്ചിട്ട് റാഷസ് വരെ വരാൻ തുടങ്ങിയിട്ടുണ്ട്. കുടിവെള്ളം ഇല്ല. കുടിവെള്ളം നമ്മൾ അധോഗതിയായി. കാരണം ഈ പെട്രോൾ പമ്പ് ഇതിൻ്റെ ഓപ്പോസിറ്റാണ് പെട്രോൾ പമ്പ്. ആ പമ്പിൽ നിന്നാണ് ഇങ്ങോട്ട് ഇപ്പോൾ ലീക്കായി വന്നിരിക്കുന്നത്. അപ്പോൾ അത് കാരണം ഇപ്പോൾ കുട്ടികൾക്ക് അസുഖമായി. ഈ കുടിവെള്ളം കുടിക്കാൻ പറ്റുന്നില്ല, കുളിക്കാൻ പറ്റുന്നില്ല, ഒന്നിനും ഇപ്പോൾ കുടിവെള്ളം ഭയങ്കര പ്രശ്നമാണ്. ജനങ്ങൾക്ക് കുടിവെള്ള ക്ഷാമത്തിനൊരു പരിഹാരം ഉണ്ടാവില്ല. ഇവിടെയുള്ള പഞ്ചായത്തോ മറ്റോ ഇടപെട്ടിട്ടോ ഒന്നും മാത്രം ഇതിനൊരു നടപടി സ്വീകരിക്കുവാൻ കഴിയുന്നില്ല. എല്ലായിടത്തും ഞങ്ങൾ പരാതി കൊടുത്തിട്ട് കളക്ടർ മുതൽ ഇങ്ങോട്ട് പരാതി കൊടുത്തിട്ട് ആരും ഇതിനെ ഒരു തരത്തിലും നടപടി സ്വീകരിക്കാത്ത സാഹചര്യമാണുള്ളത്. അപ്പോൾ 100 കണക്ക് കുടുംബങ്ങളുടെ കുടിവെള്ള ക്ഷാമത്തിന് 2 സംസ്ഥാന സർക്കാരുകൾ നേരിട്ട് ഇടപെട്ടുകൊണ്ട് എളുപ്പം തന്നെ ഒരു തീരുമാനമെടുക്കണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. പമ്പ് സ്ഥിതി ചെയ്യുന്ന സ്ഥലം തമിഴ്നാട് പരിധിയിലായതിനാൽ നടപടിയെടുക്കുന്നതിന് പരിധിയുണ്ടെന്നാണ് അധികൃതരുടെ നിലപാട്. കുടിവെള്ളം മലിനമായ വീടുകളിൽ കുടിവെള്ളം എത്തിക്കുന്നതിനുള്ള പൈപ്പ് ലൈൻ സംവിധാനം അടിയന്തരമായി സ്ഥാപിച്ചു നൽകി പ്രശ്നം പരിഹരിക്കണമെന്നതാണ് നാട്ടുകാരുടെ ആവശ്യം. സി മലയാളം ന്യൂസ്, തിരുവനന്തപുരം. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.